സെക്രട്ടേറിയറ്റിന് മുന്നിൽ 45 ദിവസമായി തുടരുന്ന LPST ഉദ്യോഗാർത്ഥികളുടെ സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. നിരാഹാരമിരുന്ന വളർമതിക്ക് മന്ത്രി തന്നെ നാരങ്ങനീര് നൽകി. എന്നാൽ ഉറപ്പ് നടപ്പിലാക്കും വരെ സമരപ്പന്തലിൽ തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. നിരാഹാരം ഈ വിഷയത്തിൽ അനുഷ്ഠിച്ചിരുന്ന വളർമതി അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ ചേംബറിൽ വെച്ച് തന്നെ നമ്മൾ നൽകിയ വെള്ളം കുടിച്ച് നിരാഹാരം അവസാനിപ്പിച്ചു. അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു. സർക്കാരിന്റെ ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സമരം തൽക്കാലം അവസാനിപ്പിച്ചു, നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം അതിലുണ്ടായ ധാരണകളൊന്ന്, ഈ PSC നോട്ടിഫിക്കേഷൻ പോസ്റ്റിംഗ് ഒന്നും നടന്നില്ലെങ്കിലും 3 കൊല്ലം കൂടുമ്പോൾ പുതിയ പരീക്ഷയും നോട്ടിഫിക്കേഷനും വരികയാണ്. അപ്പോൾ അതിൽ സത്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഗവൺമെന്റിനുണ്ട്. അപ്പോൾ അത് PSCയുമായി സംസാരിച്ച് പോസ്റ്റിംഗ് നടക്കാത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ നിരന്തരമായി നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു പ്രക്രിയക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. പലപ്പോഴും ഒരാളെ പോലും പോസ്റ്റ് ചെയ്യാതെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു എന്ന് പറയാറുണ്ട്. എന്താ കാരണം? വേക്കൻസിക്ക് അനുസൃതമായിട്ട് വേണം നോട്ടിഫിക്കേഷനും പോസ്റ്റിങ്ങും ഉണ്ടാവാൻ, റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാൻ. റാങ്ക് ലിസ്റ്റ് അങ്ങനെ ഉണ്ടാകുമ്പോഴേ പോസ്റ്റിംഗ് നടക്കും. അപ്പോൾ അതിലൊരു കാര്യം, ഈ നോട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ ഇവർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ആവശ്യപ്പെട്ടത് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന് ഇനി 1.5 വർഷത്തിലധികം സമയമുണ്ട്. അതുകൊണ്ട് അതിന്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അത് നീട്ടാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പിന്നെയുള്ളത് HTV പോസ്റ്റ്, അതായത് ഹെഡ് മാസ്റ്റർമാര് 150-ൽ കൂടുതൽ. റസ്വാൻ ഹുസൈൻ വിവരങ്ങൾ നൽകും. ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കും. അതായത് സമരമായി നടത്തില്ല, പകരം നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. സമരം പ്രതിഷേധമോ പ്രകടനങ്ങളോ ആയി തുടരില്ല. സമാധാനപരമായി ഞങ്ങൾ ഇവിടെ തുടരും. റസ്വാൻ വിവരങ്ങൾ നൽകും. റിസ്വാൻ, ഇതിൽ 45 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിലാണ് LPST ഉദ്യോഗാർത്ഥികൾ. ഇവരുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയോ? ജിൽസി, കഴിഞ്ഞ 37 ദിവസമായി അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST ഉദ്യോഗാർത്ഥികൾ നടത്തിവരികയാണ്. ആ സമരമാണ് ഇന്നത്തോടെ ഒരു താൽക്കാലികമായ ഒരു അവസാനത്തിലേക്ക് എത്തുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആദ്യമായാണ് ഒരു ഔദ്യോഗിക ചർച്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇന്നാണ് ഉണ്ടാകുന്നത്. ഇതിൽ 13 ദിവസമായി നിരാഹാരമിരിക്കുന്ന വളർമതി ടീച്ചറുമായാണ് ഇന്ന് ചർച്ച നടത്തിയത്. സെക്രട്ടേറിയറ്റിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചതായി LPST ഉദ്യോഗാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത്. പ്രധാന ആവശ്യങ്ങൾ, ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥി അധ്യാപക അനുപാതം നിലവിൽ അത് 1:30 എന്നുള്ളതാണ്. അത് 1:25 എന്നുള്ളതാക്കണം. അതായത് 25 കുട്ടികൾക്ക് ഒരു അധ്യാപക എന്നുള്ള ഒരു നിയമനത്തിലേക്ക് കടക്കണമെന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. മറ്റൊന്ന്, നിലവിൽ 2 അധ്യയന വർഷം ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം കഴിഞ്ഞു. ഇനി ആകെ 1 അധ്യയന വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നുള്ളൊരു ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ 2 ആവശ്യങ്ങൾ പ്രധാനമായും പരിഗണിക്കാമെന്നുള്ളതായിരുന്നു സർക്കാർ അറിയിച്ചത്. ഇതിന് 45 ദിവസത്തെ സാവകാശം സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 45 ദിവസത്തേക്ക് ഈ സമരം അവസാനിപ്പിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ച് ഇപ്പോൾ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് വളർമതിയെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത 45 ദിവസം ഈ സമരപ്പന്തലിൽ തന്നെ തുടരുമെന്നും ഈ 45 ദിവസത്തിന് ശേഷം ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം പുനരാരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ LPST ഉദ്യോഗാർത്ഥികൾ പറയുന്നത്.